ഈ സ്ത്രീയോട് ബന്ധപ്പെടുത്തി എന്തോ ആത്മീക പാഠമാ. അയ്യോ പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീക പാഠമുണ്ട്. ഇവള് തന്ത്രത്തിൽ അഥവാ സൂത്രത്തിൽ കൗശലത്തിൽ വന്ന് ആരും അറിയാതെ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ട് ആരും അറിയാതെ, ബാക്കി പറഞ്ഞോ, ആരും അറിയാതെ പോകാൻ വന്നതാ. പക്ഷെ കർത്താവ് വിട്ടോ. യേശുക്രിസ്തുവിന് രഹസ്യ ശിഷ്യന്മാരെ വേണ്ട. അതിന്റെ ആത്മീക പാഠമാ. എന്താ സംഭവിച്ചത്? യേശുക്രിസ്തു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ സ്ത്രീയുടെ കാര്യം അവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചു. ഞാൻ ചിലത്തൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ, അവൾ ശുദ്ധയായി എന്ന്, താൻ ശുദ്ധയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. രണ്ടറിവ്. ഒന്ന്, ശക്തി പുറപ്പെട്ടു എന്ന് ഒരു വലിയ ആത്മീയ ദൂത് ഇവിടെ ഉണ്ടെന്നേ. തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു. പിന്നെ താൻ ശുദ്ധയായി എന്ന് അവൾ. ചിലർ രക്ഷിക്കപ്പെട്ട വിവരം അവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഉടയവൻ അറിഞ്ഞിട്ടില്ല. രക്തന്റെ ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിയണം. ഒന്ന്. രണ്ട്, എനിക്ക് പാപമോചനം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന വ്യക്തി അറിയണം. ആത്മീക പാഠമില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ഇനി ഒരു വാക്കൂടെ പറയട്ടെ. യേശു ചെയ്ത ആ അത്ഭുതത്തിലൂടെ കർത്താവായ യേശു സമൂഹത്തെ പഠിപ്പിച്ച ഒരു വലിയ ആത്മീക പാഠം എന്താ? ഒരു ആത്മീക സന്ദേശം എന്താ? ജനത്തിന്റെ നടുവിൽ വരണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൾ ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവന്റെ മുമ്പിൽ വീണു. പിന്നെ വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അയ്യോ സ്തോത്രം. പുരുഷാരത്തിൽ, ലൂക്കോസ് വിഷയത്തിൽ ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്, അവൾ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് യേശുവിനെ തൊട്ടതും താൻ സൗഖ്യമാക്കിയതും ജനമെല്ലാം സൗഖ്യമായതും ജനമെല്ലാം കേൾക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ്. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ പരസ്യമായി, പ്രൈസ് ദ ലോർഡ്, സ്തോത്രം.